കോഴിക്കോട് നഗരത്തിൽ ഓട്ടോ ഡ്രൈവറെ വെട്ടിക്കൊന്നു. ഗാന്ധിനഗർ സ്വദേശി ശ്രീകാന്താണ് കൊല്ലപ്പെട്ടത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. മേഘന വിവരങ്ങളുമായി ചേരുന്നു. ഇവിടെയാണ് ഇന്ന് പുലർച്ചെയോടെ ശ്രീകാന്ത് എന്ന് പറയുന്ന 47 വയസ്സുള്ള യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ ഓട്ടോയിൽ വെച്ചാണ് ഈ കൊലപാതകത്തിന് ആസ്പദമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഇത് ശ്രീകാന്തിന്റെ ഓട്ടോയാണ്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ ഓട്ടോയിൽ ശ്രീകാന്തിന്റെ ചെരുപ്പുകളടക്കം രക്തക്കറയടക്കം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ 3 സുഹൃത്തുക്കൾ, അതായത് ശ്രീകാന്ത് അടക്കമുള്ള 3 സുഹൃത്തുക്കൾ ചേർന്ന് മദ്യപിക്കുന്നു അല്ലെങ്കിൽ മദ്യപിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. മാത്രമല്ല ഇവിടെ നിന്ന് പ്രശ്നം ഉണ്ടാകുന്നു. ഈ പ്രശ്നം തുടങ്ങുന്നത്, അതായത് കാറ് കത്തിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പ്രാഥമികമായി പോലീസ് പറയുന്നത്. വെള്ളയിൽ പോലീസാണ് ഇതിൽ കൊലപാതകത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. മാത്രമല്ല ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും ഓട്ടോയിൽ തന്നെയാണ് ശ്രീകാന്ത് പതിവായിട്ട് കിടന്നുറങ്ങാറുള്ളത്. മാത്രമല്ല ഇവിടെ മദ്യപാനം അടക്കമുള്ള കാര്യങ്ങൾ നടക്കാറുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഇവിടെ നിന്ന്, അതായത് ഈ ഓട്ടോയും കാറും നിൽക്കുന്നതിന്റെ നേരെ എതിർവശത്തായിട്ടാണ് ഈ കൊലപാതകം നടക്കുന്നത്. അതായത് ഈ പോലീസ് നിൽക്കുന്ന ഭാഗത്ത്, ഈ ഓട്ടോയും കാറും നിൽക്കുന്നതിന്റെ എതിർവശത്തായി പോലീസ് നിൽക്കുന്ന ഭാഗത്താണ് ഈ ഒരു കൊലപാതകം ഉണ്ടാകുന്നത്. ഇവിടെ ഇന്ന് പുലർച്ചെയോടെ ആയതുകൊണ്ട് തന്നെ നാട്ടുകാർ, അതായത് വലിയ ദൃക്സാക്ഷികൾ ഉണ്ടായിരുന്നില്ല, ആരും കാണാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല ഇവിടെ ആദ്യമായി ഒരു നാട്ടുകാർ ഈ മൃതദേഹം കാണുമ്പോൾ ശ്രീകാന്തിന് ജീവൻ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇത് ആദ്യം കണ്ട നാട്ടുകാരോട് കൂടി നമുക്ക് ചോദിച്ചു നോക്കേണ്ടതുണ്ട്. എങ്ങനെയായിരുന്നു ഈ സംഭവം? ആദ്യം കണ്ടതാണ്? ആദ്യം കണ്ട് നമ്മളെ വീടിന്റെ അടുത്തുള്ള ഒരു സ്ത്രീയാണ്. അവര് അമ്പലത്തിൽ പോകാൻ വേണ്ടി എണീച്ച സമയത്താണ് കണ്ടത്. അപ്പൊ അവര് നമ്മളെ വീട്ടിൽ വന്ന് പറഞ്ഞ്, ഞാൻ എന്റെ കുട്ടികളെ എണീച്ച് വന്ന് നോക്കുമ്പോൾ അന്നേരം ജീവനില്ല. ആ സ്ത്രീ കാണുന്ന സമയത്ത് ജീവനുണ്ടെന്ന് പറഞ്ഞു. ഈ കൊല്ലപ്പെട്ട വ്യക്തിയെ പരിചയമുള്ളതാണ്? ഇവിടെ എപ്പോഴും ഉണ്ടാവുന്ന ആളാണ്. ഇവിടെ പുതിയ ഇടവാണ് വീട്. എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം? അങ്ങനെ എന്തെങ്കിലും? എന്താ, അതിന്റെ തലേന്നാണ് അവരെ കാറ് കത്തിയത്. അതിനെ തുടർന്നിട്ടുള്ള എന്താ സംഭവമാണ്. പക്ഷെ വേറെ അതിനായിട്ട് നമുക്ക് അതിനെ തുടർന്ന് ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടൊന്നുമില്ല. ഈ ഓട്ടോയിൽ കൂടി ഉണ്ടായിരുന്ന സുഹൃത്തുക്കളെയും പരിചയമുണ്ടോ? ഇല്ല, അയാളെ അറിയില്ല. കൊലപാതകം നടത്തിയ ആളെയോ വെട്ടിയ ആളെയോ അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടോ? അങ്ങനെ എന്തെങ്കിലും? ആള് ബൈക്കിന്റെ മുകളിൽ ഇവിടുന്ന് പോണത് കണ്ട ആൾക്കാരൊക്കെ ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ട് പോയത്? ഇല്ല, എന്നോട് വേറെ ആള് പറഞ്ഞ് ഒരു കൊടുവാളായിട്ട് ഒരാള് വണ്ടി ഇതിലെ പോയി പറഞ്ഞു. കൂടുതൽ എങ്ങനെയാണ് കാരണമൊന്നും നിങ്ങൾക്ക് അറിയില്ല? അറിയില്ല. ഇത് തന്നെയാണ്, അതായത് നാട്ടുകാർക്ക് വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് അറിയില്ല. പക്ഷേ ഈ കൊല്ലപ്പെട്ട ശ്രീകാന്ത് ഇവർക്ക് പരിചയമുള്ളതാണ്. ഗാന്ധിനഗർ സ്വദേശിയാണ്. മാത്രമല്ല ഇതിൽ പ്രധാനമായും പോലീസ് പറയുന്നത് ഏലത്തൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കൊലപാതക കേസിൽ പ്രതി ചേർത്തിട്ടുള്ള ആളാണ് ഈ ശ്രീകാന്ത് എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് ഒരു സുഹൃത്ത്, അതായത് കൂടെ ഇന്നലെ മദ്യപിച്ച് മയങ്ങിക്കിടക്കുകയായിരുന്ന ഒരു സുഹൃത്ത് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഈ കൊലപാതകം നടത്തിയിട്ടുള്ള, കൊടുവാൾ ഉപയോഗിച്ച് വെട്ടിയിട്ടുള്ള ആളെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് ഇത് കണ്ടിട്ടുണ്ടോ? കൊല്ലപ്പെട്ട വ്യക്തിയെ അറിയാം, നമ്മളേട്ടന്മാരാണ്. ഇതൊരു വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങളാണോ? എന്താണ് ഇതിലേക്ക്? 2 ദിവസം മുന്നാണ്, തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് ഇതിന് സംഭവിച്ചത്. കാറ് കത്തിച്ചത്. കാറ് കത്തിക്കാനുള്ള ഒരു കാരണത്തിന് അറിയില്ല. പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്? പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. മൂപ്പരോട് നമ്മൾ ചോദിച്ചിന്, അങ്ങനെ ആരോടത്തിലും അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ആ സമയത്ത് പറഞ്ഞത്. ഇപ്പൊ ഇതെന്താ സംഭവിച്ചതെന്ന് അറിയില്ല. മൂപ്പര് ഓട്ടോറിക്ഷ രാത്രിയാ ഓടല്, പകൽ ഓടലില്ല. അപ്പോൾ ഓടിക്കഴിഞ്ഞാൽ എന്തായാലും ഒരു പുലർച്ചെ 4 മണിക്കൊക്കെ വന്ന് സൈഡാക്കിയിട്ട് ബീച്ചിൽ നിന്നൊക്കെ ചെറുതായിട്ട് കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങി, ക്ഷീണത്തിന് കിടന്നുറങ്ങിയിട്ട് പിന്നെ വൈകുന്നേരം ആകുമ്പോൾ അതിങ്ങനെ പണിക്ക് പോലേ ഉള്ളൂ. ഇന്നലെ അവരെ കണ്ടിട്ടുണ്ടോ? ഇന്നലെ കണ്ടില്ല. ഈ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ, അതായത് ഇപ്പോൾ കസ്റ്റഡിയിൽ ഒരു സുഹൃത്തുണ്ട് എന്ന് അറിയുന്നു. മാത്രമല്ല വെട്ടിയൊരു സുഹൃത്ത്, അവരെ അറിയോ? മൂപ്പരൊന്നും പരിചയമില്ല. മൂപ്പര് ഓട്ടോറിക്ഷ ഓടിക്കണം ഇതിലുള്ള ആരെങ്കിലും ആയിരിക്കും എന്നാണ് തോന്നണത്. യാത്രക്കാരാണെന്നാണോ പറയുന്നത്? അല്ല, മൂപ്പര കൂടെ ഓട്ടോറിക്ഷ ഓടിക്കണ സുഹൃത്തുക്കളും ഇവിടെ വരലുണ്ട്, 1-2 പേര്. ഓട്ടോയിലാണോ കിടക്കാറ് ശ്രീകാന്ത്? അല്ല, മൂപ്പര് ഈ വണ്ടി പെട്രോൾ ഇല്ലാണ്ട് ഇവിടെ ഇട്ടാ കുറച്ചായിട്ട്. മൂപ്പര് ചില സമയത്തൊക്കെ രണ്ടെണ്ണം അടിച്ച് ഇവിടെ തൊട്ടടുത്ത് തന്നെ മൂപ്പര വീട്ടിൽ പോയി കിടന്നുറങ്ങലാ ചെയ്യല്. ചില സമയത്ത് ഈ വണ്ടിയിലും കിടക്കലുണ്ട്. ഏലത്തൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു കൊലപാതക കേസിൽ പ്രതി ചേർക്കപ്പെട്ട ആളാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെ കുറിച്ച് അറിയാം? അതിന് സത്യാവസ്ഥ എന്താ, കുറച്ച് മുന്നേ ഉണ്ടായ സംഭവമാണ്. കേസ് നിൽക്കുന്നുണ്ട്? അല്ല, അതെല്ലാം കഴിഞ്ഞാണ്, കേസെല്ലാം തീർന്നതാണ്. ബാക്കി കാര്യങ്ങൾ അറിയില്ല? ഇല്ല. ശ്രീകാന്തിന്റെ സുഹൃത്തുക്കൾക്കും പറയാനുള്ളത് ഇത് തന്നെയാണ്. എന്താണ് ഒരു കൊലപാതകത്തിലേക്ക് നയിച്ച ഒരു കാരണമെന്ന് ഇവർക്ക് വ്യക്തമല്ല. എന്തായാലും പോലീസ് ഇപ്പോൾ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിനെ വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. കൊടുവാൾ ഉപയോഗിച്ച് വെട്ടിയ പ്രതിയെ, അതായത് പ്രതി രക്ഷപ്പെടുന്നത്, പ്രതി ബൈക്കിൽ പോകുന്നത് ഇവിടുത്തെ കുറച്ച് നാട്ടുകാർ കണ്ടിട്ടുമുണ്ട്. എന്തായാലും കൂടുതൽ വിശദാംശങ്ങൾ അറിയില്ല. വെള്ളയിൽ പോലീസ് അടക്കം ACP അടക്കമുള്ളവർ ഇവിടെ സംഭവ സ്ഥലത്തെത്തി വിശദമായിട്ടുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട്. ഇതിൽ എന്താണ് ഈ കാറ് കത്തിച്ചത് തന്നെയാണോ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത്, അല്ലെങ്കിൽ ആ ഒരു തർക്കം
തന്നെയാണോ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് വിശദമായി പരിശോധിക്കുന്നത്. ശ്രീകാന്തിന്റെ മൃതദേഹം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ക്യാമറ പേഴ്സൺ വസീം അഹമ്മദിനൊപ്പം മേഘ്ന മുരളി, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. അത് കോഴിക്കോട്ടെ കൊലപാതകം. ഇനി കൊച്ചിയിലേക്ക് വന്നാൽ അവിടെയും ഒരു കൊലപാതകം നടന്നിരിക്കുന്നു. കൊച്ചിയിൽ ഒരാളെ കുത്തിക്കൊന്നു. തമ്മനം സ്വദേശി മനീഷാണ് കൊല്ലപ്പെട്ടത്. രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വാക്കുതർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്ന് നിഗമനം. ഇന്ന് വെളുപ്പിനെ